പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരരെ, ഒരു അവസാന കാലഘട്ടത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. വചനം പറയുന്നുണ്ട്, 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചന ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഇതാ, അലർന്ന സിംഹത്തെ പോലെ പിശാച് ചുറ്റി നടക്കുകയാണ്, ആരെ വിഴുങ്ങണമെന്ന് കരുതി. എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയതയുടെ അംശം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പല കുടുംബങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നെല്ലാം ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ അവസ്ഥയിലേക്ക്, നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ തന്നെ, ആത്മീയ മേഖലയിൽ തന്നെ നമുക്കറിയാം, ഒത്തിരി തിക്ത അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് സഭ കടന്നു പോകുന്നത്. ഒരു ഭയങ്കര പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. ഇവിടെയെല്ലാം സത്യത്തിൽ ആ വ്യക്തികളല്ല അതിന്റെ ഉത്തരവാദികൾ. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, അപ്പനും മകനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ, കൊലപാതകങ്ങൾ ചെന്ന് കലാശിക്കുമ്പോൾ അവരല്ല അതിന് ഉത്തരവാദി. മറിച്ച് ഒരു സാത്താൻ, ഒരു പൈശാചിക തിന്മ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വചനം പറയുന്ന, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന്. ഒരു വ്യക്തിയെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിശാച് പാഞ്ഞു നടക്കുക. പിശാച് ആരെയാണ് വിഴുങ്ങുന്നത്? ആത്മീയതയിൽ നിൽക്കുന്നവരെയാണ് അവൻ വിഴുങ്ങുക. കാരണം ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ, സമാധാനമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി, പ്രാർത്ഥന കുറവുള്ള, ആത്മീയമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ പിശാച് ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അവൻ അലർന്ന സിംഹത്തെ പോലെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന് വളരെ തീഷ്ണതയോടുകൂടി നമ്മുടെ പ്രാർത്ഥനയിൽ അവനെ എതിർക്കുവാനുള്ള ശക്തി നമുക്കുണ്ടാകണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ തിരുവചനം പറയുന്ന, സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക്, ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ കാലഘട്ടത്തിലോട്ട് അടുക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ഇരിക്കണം. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കരുത്. അതെങ്ങനെയാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക? സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തിലേക്ക്, സമാധാനമായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തിലേക്ക് ചില വ്യക്തികളിലൂടെ, അവരുടെ അഭിപ്രായങ്ങളിലൂടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ കലഹമുണ്ടാകും. അതെന്തുകൊണ്ടാണ് അതങ്ങനെ പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്തത്? അവിടെ ആ കുടുംബത്തില്, ആ വ്യക്തി ബന്ധങ്ങളില് ദൈവത്തെ അവർ വിളിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷം ഒരു സിസ്റ്റർ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടുകൂടി നാട്ടിൽ വന്നു. ഒത്തിരി പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ആ സിസ്റ്റർ നാട്ടിൽ വന്നു. പക്ഷെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് സമയമായപ്പോഴത്തേനും ധ്യാനത്തിന് ബുക്ക് ചെയ്ത് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ സിസ്റ്റർ പോകുന്ന സ്ഥലത്ത് ഒരാൾക്ക് മരണമുണ്ടായി. ആ സിസ്റ്ററിന്റെ കൂടെയുള്ള സിസ്റ്റർ മരിച്ചു. അതുകൊണ്ട് ധ്യാനം കൂടാൻ പറ്റില്ല, തിരിച്ചുപോയി. വീണ്ടും ഈ വർഷം വീണ്ടും ധ്യാനം കൂടാൻ വേണ്ടി ആഗ്രഹിച്ച് ചില അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു. അതിന് ചികിത്സയ്ക്കും ധ്യാനം കൂടാനൊക്കെ ആയിട്ട് വീണ്ടും ധ്യാനം ബുക്ക് ചെയ്ത് വീണ്ടും നാട്ടിൽ വന്ന് ചികിത്സയും കാര്യങ്ങളും കഴിഞ്ഞ് ഒരു നോർമൽ ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഉള്ള ഒരു ബന്ധത്തിലുള്ള അച്ഛൻ പറഞ്ഞു, ധ്യാനം ഈ അവസ്ഥയിൽ കൂടണ്ട. ഈ അവസ്ഥയിൽ കൂടിയിരുന്നാൽ അസ്വസ്ഥതകളൊക്കെ, ബുദ്ധിമുട്ടൊക്കെ അല്ലേ, ഇരിക്കാനൊക്കെ വിഷമമില്ലേ, അതുകൊണ്ട് കൂടണ്ട, നിങ്ങൾ തിരിച്ചു പൊക്കോളുക. അപ്പൊ അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതാ ദൈവം വിളിച്ചതുകൊണ്ടാണ് ഇവിടെ വന്നത്. ആ ദൈവത്തിന്റെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചെങ്കിൽ, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ വേണ്ടി വിളിച്ചെങ്കിൽ അതിൽ സംബന്ധിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇതാ എന്റെ അധികാരികളോ ഇല്ലെങ്കിൽ അത്രമാത്രം ആത്മീയ വ്യക്തികളോ പറയുമ്പോൾ എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തെ അനുസരിക്കുന്ന പോലെ തന്നെയല്ലേ അത്. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, ഇതാ എന്നേക്കാൾ അധികമായിട്ട് മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ മക്കളെയോ സ്നേഹിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ല. അതായത് മാതാപിതാ ബന്ധമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ബന്ധം.
ഈ യേശു ക്രിസ്തുവിനേക്കാൾ, ദൈവത്തെക്കാൾ കൂടുതലായിട്ട് മാതാപിതാക്കളെ ദൈവീക കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മാതാപിതാക്കൾ പറയുകയാണ്, നീ പ്രാർത്ഥിക്കണ്ട, അല്ലെ നീ ധ്യാനത്തിൽ പോകണ്ട, നീ പള്ളിയിൽ ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞാലോ അത് കേൾക്കുവാനുള്ള ഒരു ആവശ്യം ഒരു യഥാർത്ഥ വിശ്വാസിക്കില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്നേക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ സഹോദരങ്ങളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തിബന്ധങ്ങളില്, ജീവിതങ്ങളിലെല്ലാം സാത്താൻ നുഴഞ്ഞു കയറി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആത്മീയമായിട്ടുള്ള തളർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവവചനം ധ്യാനിക്കുവാനോ ദൈവവചനത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകളോ അവർക്ക് കിട്ടുകയില്ല. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. വളരെ വ്യക്തമായിട്ട് വചനം പറയാണ്, അവസാന നാളുകളില് ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. അന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയെല്ലാമായിരിക്കും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും, 2-ാമത്തെ തിരുവചനം തൊട്ട് നമുക്ക് വായിക്കാം. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും ആത്മനിയന്ത്രണമില്ലാത്തവരും അപവാദം പറയുന്നവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു ദുരന്തം ഇതാണ്. ഈ പറഞ്ഞു നിർത്തുമ്പോൾ ഈ വചനം 2 തിമോത്തി 3:5 തിരുവചനം ഇപ്രകാരം പറയുന്നത്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് അൾത്താരയിൽ കടന്നു പോയി ഒരു തല്ലുണ്ടാക്കി അവർ ആ ഭക്തിയുടെ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ കുർബാന അർപ്പിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഭക്തിയുണ്ട്, ഞങ്ങൾ ദൈവത്തോട് സമരം വെക്കുന്നവരുവരെ വഴിയില് പൊതുവഴിയിലിരുന്ന് സമരം വെക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? സഭയ്ക്കെതിരെ, സഭാധികാരികൾക്കെതിരെ സമരം വെക്കുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്, കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് അവർ സമരം വെക്കുവാൻ, ഇവർ ദൈവത്തിന്റെ മുൻപിൽ പോലും തെറ്റ് ചെയ്തുകൊണ്ട് സഭാധികാരികളെ ധിക്കരിച്ചുകൊണ്ട് ഇവർ ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടെ അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നു. അതൊക്കെയാണ്. അത് കുടുംബങ്ങളിലും അത് തന്നെയാണ് നടക്കുന്നത്. കുടുംബങ്ങളിലും അത് തന്നെയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അവർ ന്യായീകരിച്ചുകൊണ്ട്, ഇതാ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭക്തിയുടെ ബാഹ്യരൂപം പല വ്യക്തികളും ഉണ്ടാകും. അവർ ഭക്തരാണെന്ന് കാണിക്കുകയും എന്നാൽ ദൈവീയ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. കാര്യം അവരെന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ദൈവകൽപ്പനയ്ക്കോ ദൈവിക സന്ദേശങ്ങൾക്കോ ഒരു പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുറമേ കാണുന്ന വിശ്വാസമല്ല, ഒരു ക്രിസ്ത്യാനി എന്നുള്ള വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, യഥാർത്ഥത്തിൽ ഉള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്? ഈ പറഞ്ഞ പിശാചിനെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. അവൻ നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ കയറി നിങ്ങളുടെ സഹോദരങ്ങളിലൂടെ, മാതാപിതാക്കളിലൂടെ, ജീവിത പങ്കാളിയുടെ മക്കളിലൂടെ എല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കും. അല്ലെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങളെ പാപത്തിലേക്ക് നയിക്കും, തിന്മയിലേക്ക് നയിക്കും. അല്ലെങ്കിൽ പ്രകോപനത്തിലൂടെ കോപിക്കുവാനും മറ്റുള്ളവരെ വെറുക്കുവാനും ഒക്കെ അവൻ പ്രേരിപ്പിക്കും. പക്ഷെ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഒന്നും പേടിക്കണ്ട. ഇവിടെ മത്തായിയുടെ സുവിശേഷം 10:28 പറയുന്നുണ്ട്, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. വേണ്ടി വന്നാൽ നിങ്ങളെ കൊല്ലുവരെ ചെയ്യുമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് നിങ്ങളെ വേദനിപ്പിക്കുക, നിങ്ങളെ കൊല്ലുവരെ ചെയ്യുമായിരിക്കും. നിങ്ങൾ അവരെ ഒന്നും പേടിക്കണ്ട. കാരണം നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ ചുരുങ്ങിയ നാളാണ്. നമുക്കൊരു ജീവിതമുണ്ട്, ദീർഘകാല ജീവിതമുണ്ട്, ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതമുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണം. അതാരാണ്? ആത്മാവിനെയും ശരീരത്തെയും. ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ പേടിക്കേണ്ട, അത് മനുഷ്യർക്കേ സാധിക്കുള്ളൂ, ഇല്ലേ സാധാരണ സാധിക്കുള്ളൂ. പക്ഷെ ആത്മാവിനെ കൊല്ലാൻ, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ അധികാരമുള്ളവന്, അതിന് കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് ദൈവം. ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾ, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ വെറുപ്പോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ കാണുമ്പോൾ, അവർക്ക് ഉപദ്രവം ചെയ്യുമ്പോൾ, അവർക്ക് നീതി നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടണം.
കാരണം നിങ്ങൾക്കൊരു വിധിയാളനുണ്ട്. കർത്താവിന്റെ 2ാം വരവില് അവിടുന്ന് നിങ്ങളെ വിധിക്കും. അതായത് ആ വിധിയോടുകൂടി നിങ്ങൾക്ക് നരകത്തിൽ പോകണമെന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവ ഭയത്തോടു കൂടി ജീവിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുക. മത്തായിയുടെ സുവിശേഷം 10:16 പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ സമൂഹത്തിലൊക്കെ അനേകം ചെന്നായ്ക്കളുടെ സ്വഭാവമുള്ളവരുണ്ട്, കടിച്ചു കീറാൻ നിൽക്കുന്നവര്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വെറുതെ നമ്മൾ റോഡിൽ കൂടെ പോവുകയാണ്, ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രകോപനത്തോടു കൂടി തല്ലാനും കൊല്ലാനും മടിക്കാത്തൊരു സമൂഹമായി തീർന്നിരിക്കുകയാണ്. ഒരു ഭയവുമില്ല, നിയമത്തെ ഭയമില്ല. ഒരൊറ്റ ദേഷ്യത്തിന് മറ്റൊരാളെ കൊല്ലാൻ പോലുമുള്ള ഒരു ആ രീതിയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒരു ചെമ്മരിയാട് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ ചെന്നായ്ക്കളെല്ലാം കൂടി അവയെ കടിച്ചു കീറും, അവയെ കൊന്നു തിന്നും. ഈ ചെന്നായ്ക്കൾ അത്രമാത്രം അക്രമാസക്തരായിട്ട് നിൽക്കുന്നവരാണ് ചെന്നായ്ക്കള്. ഈശോ പറയാണ്, ഈ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ വിടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് പറയുകയാണ്, അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. വിവേകത്തോടുകൂടി അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ വിവേകത്തോടുകൂടി, അവര് പ്രകോപനം ഉണ്ടാക്കിയേക്കാം, അവര് നമ്മളെ വേദനിപ്പിച്ചേക്കാം, എന്നാലും നമ്മുടെ യഥാർത്ഥ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി വിവേകത്തോടുകൂടി അതിനെ എതിർക്കാതെ സഹിച്ചും ക്ഷമിച്ചും. കർത്താവ് പഠിപ്പിച്ചൊരു ജീവിത ശൈലിയാണ് ക്ഷമിക്കുക, സ്നേഹിക്കുക. ക്ഷമിക്കുവാനും സ്നേഹിക്കാനും നമ്മുടെ കുടുംബത്തിൽ സാധിക്കുന്നെങ്കിൽ, എന്നിട്ട് വീണ്ടും പറയുകയാണ്, പ്രാവുകളെ പോലെ നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടാകാതെ, നിന്റെ പ്രവൃത്തി കൊണ്ടായിരിക്കരുത് അവർ നിന്നെ ഉപദ്രവിക്കുന്നത്. ഇല്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിലാണ് അവർ നിന്നെ. പത്രോസ്ലീഹ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, എന്നാൽ തെറ്റ് ചെയ്യാതെ അടിക്കപ്പെടുമ്പോഴാണ് അതിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് സ്വർഗത്തിന് അവകാശികളായി തീരുക. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവേ. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിഷ്കളങ്കതയും വിവേകവും നമ്മൾ സമൂഹത്തെ പുലർത്തണം. കാരണം നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. പലരും പറയാറുണ്ട്, ക്രിസ്ത്യാനികൾ എല്ലാവരും വിശ്വാസികളല്ല. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി തന്നെയല്ല. ക്രിസ്ത്യാനി ആയാലേ അവന് വിശ്വാസത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അതൊരു സത്യമാണെങ്കിലും ക്രിസ്ത്യാനികൾ എല്ലാവരും വിശ്വാസികളുമല്ല. യഥാർത്ഥ വിശ്വാസത്തെ പ്രതി ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതെന്താണ്? നിത്യജീവനും സ്വർഗവുമാണ്. എനിക്ക് സ്വർഗം ലഭിക്കും, അല്ലെങ്കിൽ നിത്യജീവൻ എനിക്ക് അവകാശമാക്കണം എന്നുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു പോകണമെങ്കിൽ ഇത് പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 5:9 പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവാൻ. ഏത് വിശ്വാസത്തിലാ? എപ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ എനിക്ക് ജീവിതമുണ്ട് എന്നുള്ളൊരു ആ ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനെ എതിർക്കുകയും ചെയ്യുക. പിശാചിനെ എതിർക്കേണ്ട ആയുധങ്ങൾ ദൈവവചനത്തിലൂടെയും വചനം ധ്യാനിക്കുന്നതിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും നമുക്ക് ഏറ്റവും കൂടുതൽ പിശാചിനെ ബഹിഷ്കരിക്കാൻ ഈശോ പറയുന്നുണ്ട്. ഈ വർഗത്തെ പുറത്താക്കണമെങ്കിൽ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. പ്രാർത്ഥന, നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് യാചിക്കുമ്പോൾ, അമ്മേ ഞങ്ങളുടെ ആത്മീയതയെ കാത്തു സൂക്ഷിക്കണമേ, അമ്മയോട് സകല വിശുദ്ധരോട് അവരോടെല്ലാം നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതം സുരക്ഷിതമാകും. ഈശോ പറയുന്നുണ്ട്, പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ. ഉപവാസം എന്താണ്? ദൈവവുമായിട്ട് ഒന്നിച്ചു വസിക്കുന്ന അവസ്ഥയാണ്. അത് പരിശുദ്ധ കുർബാന തന്നെയാണ്. ദൈവവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന തന്നെയാണ്. ഇറച്ചിയും മീനും കഴിക്കാണ്ടിരിക്കുന്ന നല്ല ഉപവാസം, 10 ദിവസം പഞ്ഞം കിടക്കുന്ന നല്ല ഉപവാസം. ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടി ഒന്നായിട്ട്, മറ്റു ലോകത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട്, ലൗകിക സുഖങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവത്തോട് ഒന്നായി ചേരുന്ന അവസ്ഥ ഉപവാസം. അതുകൊണ്ട് ഈശോ പറയുന്നത് ഇതാ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് അവയെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം,
യഥാർത്ഥത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ തിരുവചന ധ്യാനങ്ങളിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവവുമായിട്ട് ഒന്നുചേർന്ന് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഊട്ടി ഉറപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ വളരെ ദുരന്തത്തിലേക്കാണ് പോവുക. അവസാന കാലഘട്ടത്തിലേക്ക്, അന്ത്യകാലഘട്ടത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓർക്കുക, പല കുടുംബങ്ങളും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളും കേട്ടതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അവിടെ പരസ്പരം അവർക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല, പരസ്പരം വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിട്ടുകൊടുക്കുവാനോ ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ പറ്റാത്തതിന്റെ ഒരു കാരണം അവരുടെ കുടുംബങ്ങളെ, ആ വ്യക്തികളെ സിംഹത്തെ പോലെ അലർന്ന പിശാച് വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവനെ നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ: പ്രാർത്ഥനയും ഉപവാസവും. ദൈവത്തോട് കൂടിയായിരിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം യോഗ്യതയോടുകൂടി എന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, ദൈവവുമായിട്ട് ഒന്നായി ചേരുക. പ്രാർത്ഥന, ജപമാല പ്രാർത്ഥനയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയും നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ശക്തിയോടുകൂടി നമുക്ക് ആത്മീയതയെ, നമുക്ക് നമ്മുടെ നിത്യജീവനെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.